ചേട്ടോ വർഗീച്ചേട്ടാ 10 മിനിറ്റ് സംസാരിച്ച് കഴിക്കുന്നഴിക്ക്. ആശാരി വിഭാഗത്തിൽപ്പെട്ട അന്യമതസ്ഥനായ ഒരു മനുഷ്യൻ വന്നിട്ട് ഇങ്ങനെ പറയാണ്, ഇത് ഞാൻ തരും നിങ്ങൾക്ക് കിഡ്നി. അപ്പൊ കുടുംബമൊക്കെ എല്ലാവരും അത്ഭുതപ്പെട്ടു. അപ്പൊ ഉപ്പാന്റെ അടുത്ത് പിന്നെ ഉമ്മ അങ്ങനെ എന്താണ് ഉപ്പ അങ്ങനെ പറയാനുള്ള കാരണം എന്നൊക്കെ അന്വേഷിച്ചപ്പോ 2025 ഓഗസ്റ്റ് മാസത്തിലെ ഒരു രാത്രി ഏകദേശം 9:30 അടുത്ത സമയത്ത് വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു മനുഷ്യൻ വിളിച്ചിട്ട് ഞാനിങ്ങനെ മരിക്കാൻ പോവാണ് എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. സൗമ്യ എന്ന് പറയുന്ന പോലീസ് കോൺസ്റ്റബിളാണ് ഫോൺ എടുത്തത്. അവരത് സീനിയർ CPO ഫിറോസിന് കൈമാറുകയാണ്. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു, ഫിറോസ് ആ ഒരു ചെറുപ്പക്കാരനുമായിട്ട് ഫോണിൽ സംസാരിച്ച് ജീവനൊടുക്കാനുള്ള ഒരുക്കത്തിൽ നിന്ന് അയാളെ പിന്തിരിപ്പിച്ച സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. ആ ഒരു സ്ട്രീമിൽ കുറേ സംഗതികൾ ഞാനിങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ ഒരുപാട് സംഭവങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഇടപെടലുകൾ കണ്ടു. അങ്ങനത്തെ ഒരു ഇടപെടൽ നടത്തുന്നതിൻ്റെ ഒരു കാഴ്ച അതിലേക്കാണ് നമ്മൾ പോകുന്നത്. അത് കണ്ടുവരാം. സംസാരിക്കാൻ പറ്റൂ ചേട്ടാ? ചേട്ടോ വർഗീച്ചേട്ടാ 10 മിനിറ്റ് സംസാരിച്ച് കഴിക്കുന്നഴിക്ക്. വർഗീച്ചേട്ടാ കഴിക്ക്. ഞാൻ തീരുമാനം എടുക്കാം. ഞാൻ നിങ്ങൾ രണ്ടുപേരെയും വിളിക്കാം. രാവിലെ എന്തെങ്കിലും നമുക്ക് എടുക്കാം. കഴിച്ച് ഇപ്പൊ തന്നെ ഞാൻ തീരുമാനം എടുക്കാം. വർഗീച്ചേട്ടാ ഞാനല്ല പറയണേ. വർഗീച്ചേട്ടാ ഞാനാ പറയണേ. ഞാൻ ഉറപ്പ് 2 ദിവസമായിട്ടാണ് ജോലി ചെയ്തിട്ട് ഞാൻ നിങ്ങളെ വിളിപ്പിക്കും. ഞാൻ തീരുമാനം എടുക്കും. വർഗീച്ചേട്ടാ ഇത് കഴിക്കേ കഴിക്ക്. കഴിക്ക്. ഒരു മകനാണെന്നുള്ളത് നോക്ക്. ഞാൻ ചെയ്തേരാ, എല്ലാ സഹായം ചെയ്തേരാം. ഹലോ നമുക്ക് ആ വീഡിയോയിൽ കാണുന്നുണ്ട് നമ്മളെ ഇങ്ങനെ കഴുത്തിൽ കയറിട്ടിട്ട് ഒരാളിങ്ങനെ മരണത്തിന്റെ മുന്നിലാണ്. അവസാനം അത് പറഞ്ഞ് അദ്ദേഹം അഴിപ്പിച്ച് വാതിൽ തുറന്ന് ആ മനുഷ്യനെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുകയാണ്. അപ്പം അവിടെ യൂണിഫോം മാത്രമല്ല, ശരിക്കും അയാളുടെ ആ ഒരു ശൈലി ഉണ്ടല്ലോ ആ സംസാരത്തിൻ്റെ, അത് അവൻ്റെ ഹൃദയം പകർന്നു കൊടുക്കുകയാണ്. സാധാരണഗതിയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒഫീഷ്യൽ ഡ്യൂട്ടിയിൽ നിൽക്കുന്ന ആളുകൾ എല്ലാം ഒഫീഷ്യലായിട്ട് ചിന്തിക്കും ചിലപ്പോൾ. എന്തിനാപ്പോൾ ഞാനങ്ങനെ ആക്കേണ്ട കാര്യം എന്താണ്, അതിൻ്റെ ഡ്യൂട്ടി അല്ല, ഇങ്ങനെയൊക്കെയാണ് ചിന്തിക്കുക. പക്ഷേ ഞാൻ നിങ്ങളെ മോനായിട്ട് തന്നെ പരിഗണിക്കുക. ഞാനിവിടെ ജോയിൻ ചെയ്തിട്ട് 2 ദിവസമേ ആയിട്ടുള്ളൂ. വർഗീസേട്ടൻ കഴുത്തുനിന്ന് കയറെടുക്കുക വർഗീസേട്ട എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു വാക്ക് വല്ലാതെ മനസ്സിലേക്ക് യഥാർത്ഥത്തിൽ തറച്ച് കയറുന്നുണ്ട്. അവിടെ ഒരു പ്രസംഗമല്ല അദ്ദേഹം നടത്തുന്നത്. നിങ്ങളെ കാര്യം ഞാൻ ഏറ്റു എന്നാണ്, അത് പറയാൻ കഴിയണം ശരിക്ക്. അപ്പോൾ ചില ആളുകൾ അതിൻ്റെ ടെക്നിക്കാലിറ്റിയാണ് ആലോചിക്കുക. ഇനിയിപ്പോൾ ഞാൻ ഏറ്റു എന്ന് പറഞ്ഞിട്ട് ഞാനത് നടത്തി കൊടുത്തിട്ടില്ലെങ്കിൽ ഇയാൾ പിന്നെ എൻ്റെ പേര് എഴുതിച്ച് ആത്മഹത്യ ചെയ്യുമെന്നൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും. ഭയങ്കര അനുഭവവും പരിചയവും ദീർഘവീക്ഷണവും ഒക്കെ ഉള്ള ആൾക്കാർ ചിലപ്പോൾ അങ്ങനെയായിരിക്കും ചിലപ്പോൾ ചിന്തിക്കുക. ഈ ഒരു വിഷയം മുരുകൻ കാട്ടാക്കടൻ്റെ ഒരു കവിതയുണ്ട്. ആ കവിതയിൽ പിന്നെ നമ്മൾ ഈ തിരുവനന്തപുരം പത്മതീർത്ഥക്കുളത്തിൽ ഒരാൾ ചവിട്ടിക്കൊന്നല്ലോ. അപ്പം അതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു ആക്ഷേപഹാസ്യമായിട്ട് എഴുതിയ കവിതയാണ്. അതിൽ അയാൾ പറയുന്നത് ഫയർഫോഴ്സിനെ കുറിച്ച് പറയുന്നത്, ഫയർഫോഴ്സ് വണ്ടിയിൽ അക്ഷമരായി 2 രക്ഷകർ തമ്മിൽ പിറുപിറുത്തു. ചാകാതിറങ്ങുവാൻ നിയമമില്ലെന്ന് എത്രമേൽ കാത്തിരിപ്പാണ് നാശം. അതായത് ചാകാതെ ഇറങ്ങാൻ ഞങ്ങൾക്ക് നിയമമല്ല, ഇനി ഇത് ചാവോളം കാത്തിരിക്കണമെന്ന് ഒരു ആക്ഷേപഹാസ്യമായിക്കൊണ്ട് ഈ ഒരു ഭാഗത്തെ പറയുന്നു. നിയമപരമായ കുരുക്കുകൾ അതാണ് ഉദ്ദേശിച്ചത്. അപ്പൊ അതൊന്നും വകവെക്കാതെ ഒരു മനുഷ്യത്വം ഇദ്ദേഹം ഇവിടെ കാണിച്ചു എന്നുള്ളതാണ് ഈ ഒരു വീഡിയോന്റെ ഏറ്റവും വലിയ പ്രത്യേകത. സമാനമായ കുറെ വീഡിയോസ് നമ്മൾ കാണാറുണ്ട്. ഒരു പാലത്തിന്റെ മുകളിൽ നിന്ന് ചാടാൻ നിൽക്കണേ അതെ ഒരു പയ്യനെ പറഞ്ഞ് അവരിങ്ങോട്ട് ശരിയാക്കി കൊണ്ടുവരുന്നത്. പൊതുവെ പോലീസിന്റെ അടുത്ത് എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം വരുമ്പോൾ ആ പ്രശ്നത്തെ എല്ലാ നിലക്കും വിലയിരുത്തും. എന്നാൽ ഈ ഒരു പോസിറ്റീവ് സൈഡ് അത്ര തന്നെ സെലിബ്രേറ്റ് ചെയ്യപ്പെടാറില്ല. അപ്പം ശരിക്ക് നമ്മൾ ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ നമ്മൾ ഹൃദയത്തിൽ നിന്നൊരു സല്യൂട്ട് പറയാണ്. അദ്ദേഹത്തിൻ്റെ ആ എഫേർട്ട് അത് അതിമനോഹരമായി. ശരിക്കും ഒരു ഇസ്ലാമിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അമൻ അഹ്യാഹ ഫകഅന്നമ അഹ്യന്നാസ ജമിഅ, ഒരാളെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ ഭൂമിയിലെ 800 കോടി മനുഷ്യരെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നതിന് തുല്യമാണെന്നാണ്. അപ്പം ആ ഒരു ആത്മഹത്യയെക്കുറിച്ചുള്ള ചിന്ത എന്ന് പറയുന്ന ഒരു നിമിഷത്തെ വല്ലാത്തൊരു അവസ്ഥയാണ്. ആ അവസ്ഥയിലേക്ക് കയറി നിന്ന് ഒരിക്കലും അവസാനിക്കേണ്ടാത്ത പലരും കയറി നിന്ന് അവസാനിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. അപ്പോൾ നമ്മളിവിടെ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, ഈ മനുഷ്യരുടെ ഇങ്ങനത്തെ അവസ്ഥകളെക്കുറിച്ചുള്ള ആലോചനകൾ വളരെ ആവശ്യമാണ്. എൻ്റെ ഫാദർ ഇൻ ലോ അദ്ദേഹം മരണപ്പെട്ടു പോയി, അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് കൊടുക്കട്ടെ.
അദ്ദേഹത്തിൻ്റെ കിഡ്നി നഷ്ടപ്പെട്ടപ്പോൾ ഒരു വേള അദ്ദേഹത്തിന് ഏറ്റവും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യേണ്ടിയിരുന്ന, കൂടെ നിൽക്കേണ്ടിയിരുന്ന പലരും ആ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിട്ടില്ല. അത് പലപ്പോഴും അദ്ദേഹം തൗഹീദിൻ്റെ വഴിയിൽ സഞ്ചരിച്ചു എന്നതുകൊണ്ടായിരുന്നു. പക്ഷേ ആ നാട്ടിലെ ഒരു ആശാരി വിഭാഗത്തിൽപ്പെട്ട അന്യമതസ്ഥനായ ഒരു മനുഷ്യൻ വന്നിട്ട് ഇങ്ങനെ പറയാണ്, ഇത് ഞാൻ തരും നിങ്ങൾക്ക് കിഡ്നി. അപ്പോൾ കുടുംബമൊക്കെ എല്ലാവരും അത്ഭുതപ്പെട്ടു. അപ്പോൾ ഉപ്പാൻ്റെ അടുത്ത് പിന്നെ ഉമ്മ അങ്ങനെ എന്താണ് ഉപ്പ അങ്ങനെ പറയാനുള്ള കാരണം എന്നൊക്കെ അന്വേഷിച്ചപ്പോൾ വാപ്പ പറഞ്ഞു, ഒരു എന്നെ സ്ഥലത്ത് വെച്ച് ഞാനിങ്ങനെ വരുമ്പോൾ അവനോടങ്ങനെ നിൽക്കുന്നുണ്ട് മാവിൻ്റെ ചോട്ടിൽ. എനിക്ക് ആ നൃത്തത്ര പന്തി തോന്നിയില്ല. കയറി നിറഞ്ഞ് ഞാൻ കയറ്റി കടയിൽ കൊണ്ടുപോയി ഇരുത്തി. എന്താ നിന്റെ പ്രശ്നം? ഒരു ഭയങ്കര സംസാര വൈഭവമുള്ള ആളുകൾ ഹൃദയത്തിലേക്ക് ഇറങ്ങണ മനുഷ്യനായിരുന്നു. ബൗദ്ധത്തിന് അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ. അപ്പോൾ അയാൾ അരിയുന്ന കയറെടുത്തു. ഞാൻ ആദ്യം അവസാനിക്കേണ്ടതാണ് നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ എന്ന് പറഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ടും അതാണ് മൂപ്പരെ പ്രചോദനം. എനിക്ക് ജീവിതം തന്നത് മൂപ്പരാണ്, മൂപ്പരെ പോലത്തെ ആൾക്കാർ മരിക്കാൻ പാടില്ല എന്നാണ്. അപ്പൊ നമ്മള് ആളുകളുടെ മാനസികാവസ്ഥയെ നിരന്തരം വാച്ച് ചെയ്യേണ്ട ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പ്രത്യേകിച്ച് എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാകുകയെ, എന്തെങ്കിലും പുതിയ ലാബ് റിപ്പോർട്ട് വരികയെ, അങ്ങനെയൊക്കെയുള്ള കൊച്ചു കൊച്ചു കാരണങ്ങൾ മതി. ഇന്നത്തെ സാഹചര്യത്തിൽ ഇതൊക്കെ കൂടുതൽ സാധ്യതകളുണ്ട്. എന്തായാലും ആ പോലീസ് ഉദ്യോഗസ്ഥൻ വളരെ വലിയ ദൗത്യമാണ് ചെയ്തത്. അല്ലെങ്കിലും കേരളത്തിലെ പോലീസ് ഇപ്പോൾ ഒരു വലിയ മൂവ്മെന്റിലാണ് മുന്നോട്ട് പോകുന്നത്. തൂഫാൻ 3000 ആളെ അറസ്റ്റ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഫുൾ FIR റെഡിയാക്കലും ഇത് ഫോളോ അപ്പ് ചെയ്യലും ഇതാണ് മാഫിയകളോടുള്ള യുദ്ധമാണ്. സ്വാഭാവികമായിട്ടും സ്വന്തം മക്കളെയും കുടുംബങ്ങളെയും ഒക്കെ ആലോചിക്കും. ഈ പറഞ്ഞ ഗുണ്ടാപ്പടയോടുള്ള പോരാട്ടത്തിൽ വളരെ വലിയ സമർപ്പണം ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുള്ളൂ. അപ്പോൾ അവരെ നമ്മൾ ആ കാര്യങ്ങളിലൊക്കെ നമ്മൾ അഭിനന്ദിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാൻ തോന്നുന്നത്.